കെ സി വേണുഗോപാലിനെ ഡിസ്പെൻസ് ചെയ്യാൻ, കേരളത്തിലേക്ക് വിടാൻ ഈ തെരഞ്ഞെടുപ്പ് കൂടെ കഴിയുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഈ സർക്കാരിനെ ഒരു കാരണവശാലും കാലാവധി പൂർത്തിയാക്കാൻ അവർ സമ്മതിക്കില്ല, അനുവദിക്കില്ല. നമസ്കാരം. ഇനി വരുന്ന സർക്കാരിനെ ആര് നയിക്കണം എന്നുള്ളതാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വളരെ വ്യാപകമായി നടക്കുന്ന ചർച്ച. സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇത്തരത്തിൽ പലരും അവരുടേതായ രീതിയിൽ അവരുടെ അണികളെ കൊണ്ടും മറ്റും വളരെ സജീവമായി ചർച്ചകളൊക്കെ നടത്തിപ്പിക്കുന്നുണ്ട്. പക്ഷേ പൊതുസമൂഹത്തിനൊക്കെ അത് കാണുമ്പോൾ അറിയാം അതിൻ്റെ പിന്നിൽ നടക്കുന്നത് എന്താണെന്ന്. ഈ ചർച്ചയൊക്കെ അതിരുവിട്ടപ്പോഴാണ് MP ബെന്നി ബെഹനാനും KPCCയും ഒക്കെ ഹൈക്കമാൻഡിനെ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയത്. പക്ഷേ അതുകൊണ്ടൊന്നും യാതൊരു കുറവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇനി വരുന്ന സർക്കാരിനെ നയിക്കാൻ ആരായിരിക്കും പ്രാപ്തൻ താങ്കളുടെ അഭിപ്രായത്തിൽ? അതായത് എനിക്ക് കാര്യത്തിൽ ആദ്യമായിട്ട് സൂചിപ്പിക്കാനുള്ളത്, ഞാൻ ഈ ചർച്ചയിൽ ആർക്കാണ് അത് കഴിയുക എന്ന് മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാതെ ആർക്കത് കഴിയില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിമർശനാത്മകമായിട്ടുള്ളൊരു രീതി തുടരാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ല, ഒരു കാര്യം എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, ഈ KC വേണുഗോപാലിൻ്റെ സാധ്യതകൾ പരിപൂർണമായും അടഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തുകൊണ്ടാണത്? അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ തന്നെ MP മാരെ മത്സരിക്കേണ്ട എന്നുള്ളൊരു തീരുമാനം വന്നു കഴിഞ്ഞു, കോൺഗ്രസ് എടുത്തു. രണ്ട്, കേന്ദ്രത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ KC വേണുഗോപാലിന് ഇങ്ങോട്ട് വരാനുള്ള വഴി അടച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇപ്പോൾ ഈ വനിതാ സംവരണ ബില്ല് കൊണ്ടുവന്നല്ലോ, അത് ശരിക്കും മോഡിയുടെ 15 വർഷ കാലഘട്ടത്തിൽ ആദ്യമായിട്ടാണ് മോഡി ഒരു ബില്ലിൽ പരാജയപ്പെടുന്നത്. ഇപ്പോൾ പരാജയപ്പെട്ടു. നമുക്കറിയാം, മോദിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ല, ഘടകകക്ഷികളുടെ പിന്തുണയിലാണ് മോദി നിൽക്കുന്നത്. രണ്ട്, അപ്പം അവിടെ മോദിയുടെ ഈ ബില്ല് പരാജയപ്പെടുത്താനുള്ള ശ്രമങ്ങളിൽ ഈ KC വേണുഗോപാൽ അവിടെ വലിയ പങ്ക് വഹിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇപ്പം 4-5 സ്ഥലത്തേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ തിരഞ്ഞെടുപ്പുകളിലൊക്കെ മോദിക്ക് പിന്നെ ഒരു മുൻതൂക്കം കിട്ടും എന്ന് നമുക്ക് പറയുക വയ്യ. ഇപ്പോൾ തമിഴ്നാട്ടിൽ അത് വയ്യ. പിന്നെ പശ്ചിമബംഗാളിലാണെങ്കിലും വലിയ തോതിൽ, കാരണം അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ മമതാ ബാനർജി സമം BJP ആണ് അവിടെ. അതായത് അപ്പുറത്തൊരു ആളെ നമുക്ക് കാണിക്കാൻ പറ്റുന്നില്ല, മനസ്സിലായി. അതുപോലെ തന്നെ കേരളത്തിൽ സാധ്യത കുറവാണ്, പുതുച്ചേരിയിൽ സാധ്യത കുറവാണ്, ഒരുപക്ഷെ ചിലപ്പോൾ ആസാമിൽ മാത്രമായിരിക്കും ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും മോദിക്കൊരു തിരിച്ചടിക്കുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും പിന്നെ രാഹുൽ ഗാന്ധിയുടെ ഒരു രണ്ടാം ഘട്ടം ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം വഹിക്കേണ്ട ഒരാളാണ് KC വേണുഗോപാലിനെ ഡിസ്പെൻസ് ചെയ്യാൻ, കേരളത്തിലേക്ക് വിടാൻ ഈ തെരഞ്ഞെടുപ്പ് കൂടെ കഴിയുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ, എന്ന് മാത്രമല്ല കേരളത്തിലെ പൊതുവികാരവും KC വേണുഗോപാൽ ഇങ്ങോട്ട് വരുന്നതിനെതിരാണ്. കാരണം വെച്ചാൽ ഇവിടെ കഴിഞ്ഞ 10 വർഷക്കാലമായി അദ്ദേഹം ഒരു പ്രവർത്തനത്തിലുണ്ടായിരുന്നില്ല. പിണറായി വിജയനെതിരെ ഒരു പ്രസ്താവന അദ്ദേഹം ഇറക്കിയിട്ടില്ല, ഒരു രാഷ്ട്രീയ കാര്യങ്ങളിലൊന്നും അദ്ദേഹം ഇടപെട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ പഴയ പോലെ നടക്കുന്നില്ല. പിന്നെയുള്ളത് എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിക്കാം, അതിൽ തെറ്റൊന്നുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, CPM എന്ന് പറഞ്ഞ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ കൂടി തോറ്റാൽ അവർ പിന്നെ ഇന്ത്യയിലെ രാഷ്ട്രീയ ഭൂപടത്തിലില്ല. കാരണം പശ്ചിമബംഗാളും ത്രിപുരയും നേരത്തെ പോയി, ഇവിടെ മാത്രമാണ് അവർ അധികാരത്തിലുണ്ടായിരുന്നത്. ഇവിടെയും കൂടെ അധികാരത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിൽ CPM ഇല്ല, ലിറ്ററലി ഇല്ല. സ്വാഭാവികമായി അങ്ങനെ ഒരു CPM-നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയും കേരളത്തിൽ തിരിച്ചു വരാനും എങ്ങനെയും കേരളത്തിൽ ഈ സർക്കാരിനെ താഴെ ഇടാനും എല്ലാ കുൽസിതമായിട്ടുള്ള നീക്കങ്ങളും CPM നടത്തും. പിന്നെ CPM എന്ന് പറഞ്ഞ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്രൂരമായിട്ടും കുൽസിതമായിട്ടുള്ള നീക്കങ്ങൾ നടത്താൻ ഒരു മടിയുമില്ലാത്ത പാർട്ടിയാണ് CPM എന്നുള്ളത് നമ്മൾ എത്ര തവണ അറിഞ്ഞിരിക്കുന്നു. CPM-ൽ നിന്ന് പുറത്തുപോയ TP ചന്ദ്രശേഖരനെ ക്രിമിനലുകളെ കൊണ്ട് മുഖത്ത് 51 വെട്ടി കൊല്ലിച്ച പാർട്ടിയാണ് CPM. മറ്റേ ഷുക്കൂർ എന്ന് പറഞ്ഞവനെ 100-300 പേര് കാണിച്ച് അവൻ്റെ തല വെട്ടിക്കളഞ്ഞ
പാർട്ടിയാണ് CPM. 2006 പിന്നെ ഫസലിനെ കൊന്നതിന് ശേഷം തൂവാല ചോരക്കകത്ത് മുക്കിക്കൊണ്ടുവന്ന് അമ്പലത്തിൻ്റെ പരിസരത്ത് ഇട്ടിട്ട് പോയ പാർട്ടിയാണ് CPM. അപ്പം അതുകൊണ്ട് അങ്ങനെ ക്രൂരമായിട്ടുള്ള റൂത്ത്ലെസ് ആയിട്ടുള്ള ക്രൂരഭാവമുള്ളൊരു CPM-നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ എന്ത് വില കൊടുത്തും അധികാരത്തിൽ വരാൻ വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി അവർ ഇറങ്ങും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അതായത് ഈ സർക്കാരിനെ ഒരു കാരണവശാലും കാലാവധി പൂർത്തിയാക്കാൻ അവർ അനുവദിക്കില്ല. അല്ല, അവർക്ക് വേറെ ജോലിയില്ലല്ലോ. കാരണം 4-ാം തീയതി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ സമരങ്ങൾ ഉണ്ടാക്കുക, നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ക്രമസമാധാനം തകർക്കുക, ഇതൊക്കെയാണല്ലോ അവരുടെ പ്രധാന ജോലി. ആണല്ലോ. അപ്പം 10 വർഷമായിട്ട് അവരെടുക്കാറുന്ന കൂടി ഇനി അങ്ങ് എടുക്കും. അതെ, എടുത്തിട്ട് അവർ സെക്രട്ടറിയുടെ മുന്നിലേക്ക് തൂറ് നാറ്റിക്കാൻ വേണ്ടിയിട്ട് വരും. മനസ്സിലായി? അപ്പം അങ്ങനത്തെ വളരെ ഒരു ആക്രമണോത്സുകമായിട്ടുള്ള ഒരു സമരസജ്ജമായിട്ടുള്ള ഒരു CPM-നെയാണ് ഇനി കേരളത്തിൽ കാണാൻ പോകുന്നത്. അങ്ങനൊരു CPM അപ്പുറത്ത് നിൽക്കുമ്പോൾ വേറൊരു വലിയ പ്രശ്നം കൂടെ ഉണ്ടെന്നാണ്. വർഗീയമായിട്ട് തന്നെ കേരളത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പരമ്പരാഗതമായിട്ടുള്ള ഹിന്ദു മുസ്ലിം പിന്നെ വൈരുദ്ധ്യം പരമ്പരാഗതമായിട്ടുള്ള, അതിനോടൊപ്പം തന്നെ ഇപ്പം മുസ്ലിം ക്രിസ്ത്യൻ വൈരുദ്ധ്യവും വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വർഗീയതയും വലിയ തോതിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു വശത്ത് വർഗീയത ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഒരു വശത്ത് വളരെ ആക്രമണോത്സുകമായി നിൽക്കുന്ന CPM. ഇനി CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ന് BJP-യോട് ചേരാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളതും തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അല്ല, അവർക്ക് അതിന് വേറെ ഒന്നുമില്ലല്ലോ. വേറെ അങ്ങനെ യാതൊരു മാനദണ്ഡങ്ങളോ അല്ലെങ്കിൽ ഒരു നാണക്കേടോ ഒന്നും ഇല്ലാത്തൊരു പാർട്ടിയാണ്, നിലപാട് പോലും ഇല്ലാത്തൊരു പാർട്ടിയാണ്. മറുവശത്ത് മുസ്ലിം സമുദായങ്ങൾ അവർക്ക് ഒരു കാരണവശാലും അവർക്കൊപ്പം നിൽക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് അവരൊരു ഹിന്ദുത്വ പാർട്ടിയായി അവർ മാറുകയും BJP-യുമായിട്ട് വലിയ ചങ്ങാത്തം സ്ഥാപിക്കുകയും ചെയ്തു. അപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്നൊരു വലിയ സ്ഫോടനാത്മകമായിട്ടുള്ള ഒരു സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഒരു UDF സർക്കാർ. ഈ UDF സർക്കാരിനെ നമ്മളൊന്ന് മൊത്തത്തിലെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നിർഭാഗ്യവശാൽ കഴിവും പരിചയസമ്പന്നതയും ഇതിൽ വളരെ കുറവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 2006 VS അച്യുതാനന്ദൻ അധികാരത്തിലേക്ക് വന്നു. ആദ്യമായിട്ടാണ് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകുന്നതെങ്കിലും VS അച്യുതാനന്ദൻ CPM-ന്റെ ഏറ്റവും അത്യുന്നതനായിട്ടുള്ള ഒരു നേതാവാണ്. അതിനകത്ത് മന്ത്രിമാരായിട്ടുണ്ടായിരുന്നു MA ബേബി ഉണ്ടായിരുന്നു, തോമസ് ഐസക് ഉണ്ടായിരുന്നു, പിന്നെ ബിനോയ് വിശ്വം ഉണ്ടായിരുന്നു, KP രാജേന്ദ്രൻ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഭയങ്കരമായിട്ടുള്ള കഴിവും ഒക്കെ തെളിയിച്ചിട്ടുള്ള ആളുകളായിരുന്നു. അവരുമായിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇനി വരാൻ പോകുന്ന മന്ത്രിസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രിസഭയിൽ പരിചയസമ്പന്നരായിട്ടുള്ളവർ പിന്നെ രമേശ് ചെന്നിത്തലയും പിന്നെ തിരുവഞ്ചൂർ രാജേഷും മാത്രമേ ഉള്ളൂ. അതെ, തിരുവഞ്ചൂർ രാജേഷിന് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? TP ചന്ദ്രശേഖരൻ വധക്കേസ് അന്വേഷിച്ച ആഭ്യന്തരമന്ത്രിയായിരുന്നു തിരുവഞ്ചൂർ രാജേഷ്. അപ്പോൾ തിരുവഞ്ചൂർ രാജേഷൻ പരിചയസമ്പന്നനാണ്. പക്ഷേ തിരുവഞ്ചൂർ രാജേഷിനും 10 വയസ്സ് കൂടിയിരിക്കുന്നു. അതെ, അന്നത്തെ കാലം 2016 പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഉള്ളവരെല്ലാം പുതുതായിട്ട് വരുന്നവരാണ്. ഇപ്പം കെ മുരളീധരൻ 6 മാസമാണ് മന്ത്രിയായിട്ടിരുന്നിട്ടുള്ളത്. അവിടെയാണ് VD സതീശൻ ഈ ഒരു മുഖ്യമന്ത്രി ആകണമെന്ന അവകാശവാദം ഉന്നയിക്കുമ്പോഴും അദ്ദേഹം മന്ത്രിയായിട്ട് ഒരു ദിവസം പോലും ഇരുന്ന ഒരു പ്രവൃത്തി പരിചയം അദ്ദേഹത്തിന്. അല്ല, ഞാനതിലേക്ക് വരാം. പിന്നെ കുറച്ചാൾ മന്ത്രിയായിട്ടിരുന്ന N ശക്തൻ, പിന്നെ ബാക്കി വരുന്നവന്മാരെല്ലാം പുതുമുഖങ്ങളാണ്. മനസ്സിലായി? അപ്പം സ്വതവേ തന്നെ ദുർബലമായിട്ടുള്ള അനുഭവ സമ്പത്തും പരിചയസമ്പത്തും ഇല്ലാത്ത ഒരു സെറ്റാണ് അധികാരത്തിലേക്ക് വരാൻ പോകുന്നത്. അപ്പുറത്ത് ആക്രമണോത്സുകമായി നിൽക്കുന്ന CPM. അപ്പോൾ ആ CPM-നെ കൈകാര്യം ചെയ്യാനും അവരെ നിലയ്ക്ക് നിർത്താനും കഴിയണമെങ്കിൽ പരിചയസമ്പന്നതയുള്ളവർ ഈ സർക്കാരിനെ ഭരിച്ചാലേ കഴിയൂ. അതൊരു വസ്തുതയാണ്. അത് സതീശ വിരുദ്ധതയല്ല. അല്ല, അവിടെയാണ്. അത് മാത്രമല്ല, ഈ ഒരു വശത്ത് CPM ഇങ്ങനെ അക്രമോത്സുകരായി നിൽക്കുമ്പോഴും മാധ്യമങ്ങളുടെ പല ദിവസവും എല്ലാ ദിവസവും ഒരുപക്ഷെ അഭിമുഖീകരിക്കേണ്ടി വരിക മുഖ്യമന്ത്രിക്ക്. സതീശനെ സംബന്ധിച്ചിടത്തോളം മാധ്യമപ്രവർത്തകരോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് എടുത്തടിച്ചുള്ള മറുപടി, അതായത് പിണറായി വിജയൻ്റെ മറ്റൊരു പതിപ്പ് മാത്രമാണ് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ VD സതീശൻ. അത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാധ്യമപ്രവർത്തകരുടെ കൂടി ഒരു അനിഷ്ടം പിടിച്ചു വയ്ക്കാൻ സർക്കാർ. ഞാൻ ആ നിലയിലേക്ക് കൂടുതൽ വന്നത് സുമേഷ് പറയുന്നത് എല്ലാം വസ്തുതകളാണ്. ഇനി CPM-ന് പോലും സതീശൻ മുഖ്യമന്ത്രിയെ വരണമെന്നാണ് ആഗ്രഹം. കാരണം പരിചയം കുറഞ്ഞ ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാളെ കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്. അല്ല, എന്ന് മാത്രമല്ല, അതായത് പൊതുവെ സമൂഹത്തിലൊരു ധാരണയുണ്ട്. അതായത് പിണറായി വിജയനോടും സർക്കാരിനോടും എപ്പോഴും ഒരു മൃദു സമീപനം സ്വീകരിച്ചിരുന്ന ആളാണ് VD സതീശൻ എന്നുള്ളൊരു ധാരണയുണ്ട്. അപ്പോൾ ആ ഒരു ധാരണ വരുമ്പോൾ പിണറായി വിജയന് ഫേവറബിളായിട്ടുള്ള പല കാര്യങ്ങളും ഇദ്ദേഹം ചെയ്യുമെന്നല്ല. ഞാൻ അതിനോടൊന്നും വിയോജിക്കുന്നില്ല. പക്ഷേ ഞാൻ ചില പുതിയ കാര്യങ്ങൾ പറയുന്നത്, അതായത് ഇപ്പോൾ സതീശനെ ദീർഘകാലമായിട്ട് വിമർശിച്ചിരുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോഴും സതീശൻ്റെ പല കാര്യങ്ങളോടും എനിക്ക് യോജിപ്പില്ല. പക്ഷേ സതീശന് ഒരുപാട് പോസിറ്റീവ് ക്വാളിറ്റീസ് ഉണ്ട്. സതീശനൊരു വാഗ്മിയാണ്,
കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്ന ആളാണ്. ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. സതീശൻ ശരിക്കും തോമസ് ഐസക്കിനെ ഓൺലൈൻ ലോട്ടറി വിഷയത്തിൽ പരസ്യമായി പിന്നെ ഒരു വാഗ്വാദം നടത്തി തോൽപ്പിച്ചിട്ടാണല്ലോ സതീശൻ. അതിന് ആവശ്യമായിട്ടുള്ള രേഖകൾ മുഴുവൻ സതീശൻ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അടുത്ത് നിന്ന് മേടിച്ചുകൊണ്ട് പോയത്. കാരണം വി എസ് അച്യുതാനന്ദൻ്റെ ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ ഈ ഓൺലൈൻ ലോട്ടറി വിഷയം മുഴുവൻ ഞാനാണ് കൈകാര്യം ചെയ്തിരുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ കഴിയുന്ന ആളാണ് സതീശൻ. പക്ഷേ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ CPM-നെതിരെ ശക്തമായിട്ടുള്ള നിലപാടുകളെടുത്ത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അധികാര സ്ഥാനങ്ങളിൽ ഇരുന്നുള്ള പരിചയം വളരെ വളരെ അത്യന്താപേക്ഷിതമാണ്. ഇപ്പം സതീശൻ അങ്ങനെ ആയിക്കൂടെ എന്നൊക്കെ ചോദിച്ചാൽ ഹൈപ്പോത്തറ്റിക്കലായിട്ട് വേണേൽ ആകാമെന്നൊക്കെ പറയാം. പക്ഷെ അത് റിസ്ക്കാണ്. അതെ, മനസ്സിലായി. അവിടെയാണ് ശരിക്കും രമേശ് ചെന്നിത്തലയുടെയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും ഒക്കെ നമ്മൾ വ്യത്യസ്തമായി കാണേണ്ടത്. നമ്മൾ ആദ്യം രമേശ് ചെന്നിത്തലയുടെ നമുക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കാര്യം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എനിക്കൊന്ന് 3ാമത്തെ 4ാമത്തെ പ്രാവശ്യം ഇനിയിപ്പോൾ മന്ത്രിയാവാം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ ഒറ്റ ആർജവും ഇച്ഛാശക്തിയും കൊണ്ടാണ് അന്ന് TP കേസിൽ കുറേ പാർട്ടി നേതാക്കന്മാരെങ്കിലും ശിക്ഷിക്കപ്പെട്ടത്. TP കേസിൽ വളരെ ഈ പറഞ്ഞ പോലെ സാഹസികമായിട്ടാണ് പ്രതികളെല്ലാം പിടിച്ചത്. ആ ടീമിനെ ഉണ്ടാക്കിയത് പ്രത്യേകിച്ചും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ നിർദ്ദേശപ്രകാരമാണ്. TP ചന്ദ്രശേഖരൻ കേസിൽ ആദ്യമായിട്ടാണ് പാർട്ടി നേതാക്കന്മാർ ശിക്ഷിക്കപ്പെടുന്നത്. TP ചന്ദ്രശേഖരൻ കേസിലല്ല, പിന്നെ കുഞ്ഞനന്തനും രാജനും ഉൾപ്പെടെയുള്ളത് രാജഗോപാലോ മുകളിലോട്ടൊക്കെ പോയില്ല എന്നൊക്കെ പറയുന്നതൊക്കെ ശരിയാണെങ്കിൽ പോലും അയാളുടെ ഇച്ഛാശക്തി ആർജവും അത് വളരെ പ്രധാനം. അപ്പം സ്വാഭാവികമായി അടുത്ത മന്ത്രിസഭയിൽ അയാൾക്ക് നിർണായകമായിട്ടൊരു സ്ഥാനം അനിവാര്യമാണ്. ഇനി നമ്മൾ രമേശ് ചെന്നിത്തലയുടെ കാര്യം നമ്മൾ എടുക്കുക. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം അയാൾ 1982 ആദ്യം MLA ആവുന്നത്. സതീശൻ MLA ആവുന്നത് 2001 അത്രയും വർഷത്തെ പാരമ്പര്യം. 82 കഴിഞ്ഞിട്ട് അയാൾ അത് കഴിഞ്ഞിട്ട് അയാൾ 28 വയസ്സിലോ മറ്റോ ആദ്യം മന്ത്രിയായി. മനസ്സിലായി. 4 തവണ MP ആയി, 4 തവണ MLA ആയി. 10 വർഷക്കാലം KPCC പ്രസിഡൻ്റായിരുന്നു. 10 വർഷക്കാലം KPCC പ്രസിഡന്റ് ആയിരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, 2005 അയാൾ KPCC പ്രസിഡന്റ് ആകുമ്പോഴത്തേക്ക് കരുണാകരനെ പോലെ ഒരു ലെജൻഡറി ഫിഗർ പോലും DIC-യിലേക്ക് പോയ സമയത്താണ് അവിടെ ഇയാളെ KPCC പ്രസിഡന്റ് ആക്കുന്നത്. ആ KPCC പ്രസിഡന്റ് ആയിട്ടിരുന്ന് 10 വർഷക്കാലം അയാൾ കരുണാകരനെ തിരിച്ചു കൊണ്ടുവന്നു, K മുരളീധരനെ തിരിച്ചു കൊണ്ടുവന്നു, ഒരുപാട് ആളുകളെ തിരിച്ചു കൊണ്ടുവന്നു എന്ന് മാത്രമല്ല ആദ്യമായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ജയിക്കുന്നത് ഇയാൾ KPCC പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോഴാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിച്ചു, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജയിച്ചു. അപ്പം ഇതെല്ലാം തന്നെ പ്രതിപക്ഷ നേതാവായിട്ടുണ്ടല്ലോ. അല്ല, പിന്നീട് പ്രതിപക്ഷ നേതാവായി. പ്രതിപക്ഷ നേതാവുന്നതിന് മുമ്പ് ആഭ്യന്തരമന്ത്രിയായിരുന്നു. 2.5 വർഷക്കാലം ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന സമയത്തും ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തി. അത് കൂടാതെ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ അയാൾ ചെയ്ത വേറെ ചില കാര്യങ്ങളും കൂടി നമ്മൾ ഈ അവസരത്തിൽ കാണണം. ഒന്ന്, ലഹരിക്കെതിരെ അയാൾ നടത്തിയിട്ടുള്ള പോരാട്ടം. ഒരു അധികാര സ്ഥാനവും ഇല്ലാത്തപ്പോഴും എല്ലാ ജില്ലകളിലും ആയിരക്കണക്കിന് ആളുകളെ അണിനിരത്തിക്കൊണ്ട് ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം അയാൾ നടത്തിക്കൊണ്ടിരുന്നു. ഒരു അധികാര സ്ഥാനം അയാളുടെ ഇല്ലായിരുന്നു, പ്രതിപക്ഷ നേതാവ് പോലും അല്ലായിരുന്നു. പിന്നെ എന്തോ ഈ ആദിവാസി ഗ്രാമങ്ങൾ ദത്തെടുക്കുന്ന ഒരു പരിപാടി ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പം കേൾക്കുന്നത് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ സബർമതി എന്നും പറഞ്ഞിട്ട് ഈ അംഗവൈകല്യമുള്ള 117 പിള്ളേരെ താമസിപ്പിക്കുന്ന ഒരു സംവിധാനം അയാൾ ചെയ്യുന്നു. ഇതെല്ലാം സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കിയിട്ടാണോ? നാട്ടുകാരിൽ നിന്ന് പൈസ പിരിച്ചിട്ടായിരിക്കുമല്ലോ. അല്ല, ഞാൻ ചോദിച്ചത് സർക്കാരിൻ്റെ ഭാഗമൊന്നും അല്ലല്ലോ. സർക്കാരിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ നിലയിൽ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ സതീശൻ നിലപാടുകളുടെ രാജകുമാരനാണ് എന്ന് പറയുന്നത് ശരിയായിരിക്കാം. നിലപാടുകളുടെ രാജകുമാരനായിരിക്കാം. നിലപാടുകളുടെ രാജകുമാരനാകാം എപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പം ആവാം. പക്ഷെ ഭരണത്തിലേക്ക് വരുമ്പോൾ ഭരണത്തിൽ ഇരുന്നുള്ള പരിചയസമ്പന്നത, ഇപ്പം ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഒക്കെ എതിരെ നിലപാടെടുത്തു എന്നൊക്കെ സതീശനെ കുറിച്ച് ആയിരിക്കാം, തെറ്റ് ഞാൻ പറയുന്നില്ല. പക്ഷേ അവരുടെ എല്ലാവരുടെയും വോട്ട് കൊണ്ടാണ് ജയിച്ചിട്ടുള്ളത്. ഇപ്പോൾ മുസ്ലിങ്ങളുടെ മാത്രം വോട്ട് കൊണ്ടല്ല ജയിച്ചിട്ടുള്ളത്, ഹിന്ദുക്കളുടെ വോട്ട് കൊണ്ട് ജയിച്ചിട്ടുണ്ട്, നായന്മാരുടെ വോട്ട് കൊണ്ട് വോട്ട് കിട്ടിയിട്ടുണ്ട്, പിന്നെ നാടാന്മാരുടെ വോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഒരുപാട് സാമൂഹ്യ വിഭാഗങ്ങളുടെ വോട്ട് വാങ്ങിച്ച് അധികാരത്തിൽ കയറുമ്പോൾ അവരെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ഭരിക്കുക എന്നുള്ളതാണ് പ്രധാനം. ആ ഭരണത്തിന് അങ്ങനെ ഭരിക്കണമെന്നുണ്ടെങ്കിൽ ഭരണപരിചയം നിർബന്ധമാണ്. ഇപ്പോൾ ഇയാളുടെ കാര്യം മാത്രമല്ല, നമ്മൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ കാര്യം പറയുന്നത് എന്തുകൊണ്ടാണ്? അയാൾ വനമന്ത്രി ആയിട്ടിരുന്നിട്ടുണ്ട്, അയാൾ റവന്യൂ മന്ത്രി ആയിട്ടിരുന്നിട്ടുണ്ട്, അയാൾ ആഭ്യന്തരമന്ത്രി ആയിട്ടിരുന്നത്. ഇതൊക്കെ അയാൾക്ക് നൽകുന്ന ഒരു വലിയ അഡ്വാൻറ്റേജ് ഉണ്ട്. ആ അഡ്വാൻറ്റേജ് നിർഭാഗ്യവശാൽ സതീശനെ സംബന്ധിച്ചിടത്തോളം
ഇല്ല എന്നത് ഒരു വസ്തുതയാണ്. അയാളെ മോശക്കാരനാക്കാൻ വേണ്ടി നമ്മൾ പറയുന്നതല്ല. പക്ഷെ അത് അദ്ദേഹത്തിനില്ല. അപ്പം കേരളത്തിൽ വർഗീയത പുതിയ തലത്തിലെത്തി നിൽക്കുന്ന ഒരു സാഹചര്യം. ഹിന്ദു മുസ്ലിം വർഗീയതയ്ക്ക് പകരം ഇപ്പോൾ ക്രിസ്ത്യൻ മുസ്ലിം വർഗീയത പോലും ശക്തമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം. CPM BJPയുമായി കൈകോർക്കാൻ അവർക്കൊരു മടിയുമില്ലാത്ത ഒരു സാഹചര്യം. ആക്രമണോത്സുകമായി അപ്പുറത്ത് CPM നിൽക്കുന്ന ഒരു സാഹചര്യം. CPMന് ഒരു കാരണവശാലും ഈ ഗവൺമെൻറ്റിന് 5 വർഷം മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം. എന്ത് വൃത്തികേടും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു CPM അപ്പുറത്ത് നിൽക്കുമ്പോൾ അപ്പുറത്ത് നിൽക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ 2 പേരുണ്ട്. ഒരാൾ പരിചയസമ്പന്നൻ, സമചിത്തതയോടുകൂടി കാര്യങ്ങളെ കാണുന്ന ഒരാൾ. ഇപ്പോൾ പത്രസമ്മേളനങ്ങൾ, ആയിരക്കണക്കിന് പത്രസമ്മേളനങ്ങൾ രമേശ് ചെന്നിത്തല ഫേസ് ചെയ്തിട്ടുണ്ട്. ഒരിടത്ത് പോലും ഒരു തർക്കം ഉണ്ടായി നമ്മൾ കാണുന്നില്ല. പക്ഷേ നിർഭാഗ്യവശാൽ, ഞാൻ കുറ്റകരമായി പറയില്ല, നിർഭാഗ്യവശാൽ സതീശൻ്റെ എല്ലാ പത്രസമ്മേളനങ്ങളിലും തർക്കങ്ങളാണ്. മനസ്സിലായി? മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ എല്ലാ സമയത്തും മാധ്യമപ്രവർത്തകരെ കാണേണ്ടി വരും. ആ കാണുന്ന സമയത്ത് മുഴുവൻ ഇതുപോലെ തർക്കങ്ങളുമായിട്ട് മുന്നോട്ട് തരികയും. പിന്നെ നിങ്ങൾ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ നിങ്ങൾക്ക് എടുക്കാവുന്ന പല നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ നിങ്ങൾക്ക് മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. കാരണം എല്ലാ സാമൂഹിക വിഭാഗങ്ങളെയും ഒരുമിച്ച് ഇൻക്ലൂസീവായി നിങ്ങൾക്ക് കൊണ്ടുപോയേ പറ്റുള്ളൂ. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഭരണരംഗത്തിരുന്നുള്ള പരിചയം ഏറ്റവും നിർണായകമാണ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മൾ കുഞ്ഞാലിക്കുട്ടിയെ കാണുന്നത് എങ്ങനെയാണ്? കുഞ്ഞാലിക്കുട്ടിക്ക് ഇപ്പോൾ 70 വയസ്സ് 72 വയസ്സ് മറ്റേ. നമുക്ക് വേണമെങ്കിൽ പറയാമല്ലോ, കുഞ്ഞാലിക്കുട്ടി ഇത്ര അധികാര സ്ഥാനത്തൊക്കെ ഇരുന്നതല്ലേ, കുഞ്ഞാലിക്കുട്ടി എന്തിനാണ് ഇനി മത്സരിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാമല്ലോ. ചോദിക്കുന്നുണ്ടോ നമ്മൾ? ഇല്ല. സതീശൻ ചോദിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് നമ്മൾ കുഞ്ഞാലിക്കുട്ടി അംഗീകരിക്കുന്നത്? കുഞ്ഞാലിക്കുട്ടിയുടെ പരിചയസമ്പന്നത, ഭരണരംഗത്തിരുന്നിട്ടുള്ള പരിചയസമ്പന്നത. അതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടിയെ നമുക്ക് അംഗീകരിക്കാമെങ്കിൽ എന്തുകൊണ്ട് രമേശ് ചെന്നിത്തല അംഗീകരിച്ചുകൂടും? ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്നറിയോ? രമേശ് ചെന്നിത്തല പടുക്കിളവനാണെന്നും പിന്നെ സതീശൻ ചെറുപ്പക്കാരൻ അല്ല. രമേശ് ചെന്നിത്തലയും സതീശനും തമ്മിൽ 4 വയസ്സിൽ വ്യത്യാസമേ ഉള്ളൂ. സതീശൻ 64 വയസ്സുണ്ട്, രമേശ് ചെന്നിത്തലയ്ക്ക് 67 വയസ്സേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇവർ തമ്മിൽ 3-4 വയസ്സിൽ വ്യത്യാസമുള്ളൂ. മനസ്സിലായി? അപ്പോൾ പക്ഷേ അതൊരു വശത്ത്. മറുവശത്ത് ഇന്ദിരാഗാന്ധിക്കൊപ്പം മുതൽ പ്രവർത്തിച്ച് വന്നത് ഒരു പരിചയസമ്പന്നതയല്ലേ ചെന്നിത്തലയ്ക്കുള്ളത്? ഞാൻ കഴിഞ്ഞ ദിവസം എത്രയോ നാളുമ്പോൾ അയാൾ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും അയാളും പാലസ്തീനിലെ വിമോചന സമരത്തിൻ്റെ നേതാവായിട്ടുള്ള യാസർ അരാഫത്തുമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. യാസർ അരാഫത്തുമായിട്ട് ചെറുപ്പക്കാരൻ രമേശ് ചെന്നിത്തല ഇന്ദിരാഗാന്ധിയായിട്ട് ഫോട്ടോ സംസാരിച്ചിരിക്കുന്നതിൻ്റെ ഫോട്ടോ 22 വയസ്സിലും 29 വയസ്സിലും മറ്റോ ആണ്. മനസ്സിലായി? അപ്പം അത്രയും പരിചയസമ്പന്നനായിട്ടുള്ള ഒരാളുള്ളത് നമ്മളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ടല്ലേ നമുക്ക് മാറേണ്ടത്. ഞാൻ പറഞ്ഞപ്പോൾ സതീശനെ നമുക്ക് എടുക്കൂ. സതീശനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം സതീശൻ 64 വയസ്സ്. സതീശൻ ഒരു വാഗ്മിയാണ്. സതീശൻ പിന്നെ ധനകാര്യത്തിൻ്റെ മേഖലയിൽ ഒരു പണ്ഡിതനാണ്. സതീശൻ പിന്നെ ധനകാര്യമന്ത്രി ആയിരിക്കട്ടെ. അതെ, സതീശന് നാളെയും അധികാര സ്ഥാനങ്ങളിലേക്ക് വരാനുള്ള അവസരമുണ്ടല്ലോ. തീർച്ചയായിട്ടും. അതെ. അപ്പം നമ്മുടെ മുമ്പിൽ ഇപ്പോൾ എന്താ സമീക്ഷയുള്ളത്? 2 പേരാണ് മുമ്പിൽ. ഒന്ന് രമേശ് ചെന്നിത്തല, ഒന്ന് വി ഡി സതീശൻ. അതെ, രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞാൽ അയാൾ ഏറ്റവും കൂടുതൽ പരിചയസമ്പന്നൻ. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അങ്ങനെ കൊണ്ടുപോകുന്നതിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരാൾ എല്ലാ അധികാര സ്ഥാനങ്ങളിലും ഇരുന്ന് അവിടെ ഇരിക്കുക മാത്രമല്ല കഴിവ് തെളിയിക്കുകയും കൂടെ ചെയ്തു. 10 വർഷം KPC പ്രസിഡൻ്റായിട്ട് ഇരുന്നപ്പോൾ അയാൾ നിരന്തരമായി കഴിവ് തെളിയിച്ചു. ഇപ്പോൾ ജയ്ഹിന്ദ് ചാനൽ തുടങ്ങി, എല്ലാ ജില്ലയിലും DCC ആഫീസുകൾ തുടങ്ങി, നെയ്യാറിലൊരു ഗവേഷണ സ്ഥാപനം തുടങ്ങി, ഒരുപാട് പേരെ CPMലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. പിന്നെ CPMലേക്കല്ല, കോൺഗ്രസിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ ജയിച്ചു. കഴിഞ്ഞ 10 വർഷം ആ 10 വർഷക്കാലവും ഉമ്മൻചാണ്ടിയായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ മുന്നോട്ട് പോയി. അതെ. അല്ല, അത് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വളരെ മികച്ചതായിരുന്നു. എത്രയോ തവണ പിന്നെ പിണറായി വിജയനെ മുട്ടുകുത്തിച്ചു. ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ ഒരാരോപണവും അയാൾക്കെതിരെ ഒരു മനുഷ്യാവകാശ ലംഘനത്തിൻ്റെയോ അല്ലെങ്കിൽ പോലീസ് മണ്ഡലത്തിൻ്റെയോ കൊണ്ടുവന്നില്ല. അപ്പം ഇങ്ങനെയുള്ള വലിയ തോതിൽ പരിചയസമ്പന്നതയുള്ള ഒരാളുള്ളപ്പോൾ അയാളെ ഉപയോഗിച്ചുകൊണ്ട് CPMനെതിരെ ശക്തമായ നിലപാടെടുത്ത് 2029 ഒരു 19 സീറ്റിൽ വീണ്ടും UDFനെ ജയിപ്പിക്കാനാണോ നമ്മൾ നോക്കേണ്ടത്, അതോ സാമൂഹ്യ മാധ്യമങ്ങളുടെ പിന്തുണയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിർഭാഗ്യവശാൽ, ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, സതീശനെ കുറ്റപ്പെടുത്തുന്നില്ല, നിർഭാഗ്യവശാൽ ഒരു ദിവസത്തെ അധികാര സ്ഥാനത്ത് പോലും ഇരുന്ന് പരിചയമില്ലാത്ത ഒരാളെ മുഖ്യമന്ത്രി കൊണ്ടുവരുന്ന റിസ്ക് നമ്മൾ എടുക്കണോ? റിസ്ക് നമ്മൾ എടുക്കണോ? കാരണം CPM എന്ത് വൃത്തികേടും കാണിക്കാൻ അപ്പുറത്ത് നിൽക്കുകയാണ്.
CPM ഈ ഗവൺമെന്റ് ഒരു കാരണവശാലും 5 വർഷം മുന്നോട്ട് പോകില്ല. ഞാൻ നേരത്തെ പറയാൻ വന്നൊരു കാര്യം എന്ന് വെച്ചാൽ കേരളത്തെ അടുത്ത സർക്കാരിനെ കാത്തിരിക്കുന്ന വലിയൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ സാമ്പത്തിക പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധി ഞാൻ പറഞ്ഞത് ഇയാൾ ധനകാര്യമന്ത്രിയായിട്ട് ആ പ്രതിസന്ധി പരിഹരിച്ചു കൊടുക്കണം. അതൊക്കെ ഒരു വലിയ നേട്ടമായിരിക്കില്ലേ? അതൊക്കെ നാളെ ഇതിനകത്തേക്ക് അല്ല, തീർച്ചയായിട്ടും അടുത്തൊരു തെരഞ്ഞെടുപ്പിൽ 2031 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ മുഖ്യമന്ത്രിയാകാൻ. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത് അദ്ദേഹവും ഈ പറഞ്ഞതുപോലെ മപ്പടിച്ച് എനിക്ക് മുഖ്യമന്ത്രിയാകണം എന്ന് പറഞ്ഞ് നിൽക്കാതെ അദ്ദേഹം തന്നെ സ്വയം മുന്നോട്ട് വന്നിട്ട് ഇത്രയും പരിചയസമ്പന്നതയുള്ള രമേശ് ചെന്നിത്തല ആണ് മുഖ്യമന്ത്രിയായിരിക്കാൻ യോഗ്യൻ, ഞാൻ രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പരസ്യമായി മുന്നോട്ട് വന്നാൽ സതീശനുണ്ടാകുന്ന ഒരു 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 പിന്തുണ, ജനപിന്തുണയുമുണ്ട്, പാർട്ടിക്കകത്തു നിന്നുള്ള പിന്തുണയുമുണ്ട്. ഏറ്റവും വലിയ സതീശന്റെ വിശാല മനസ്കത വാഴ്ത്തപ്പെടും. അതുകൊണ്ട് ഞാൻ പറയുന്നത് സതീശൻ ഇനിയും അവസരങ്ങളുണ്ട്. അതുകൊണ്ട് സതീശൻ പരസ്യമായി രംഗത്ത് വന്ന് രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുന്നതായിരിക്കും സതീശൻ്റെ ഏറ്റവും വലിയ വിശാല മനസ്കതയും സതീശന് ഏറ്റവും കൂടുതൽ പിന്തുണ കിട്ടാനുമുള്ള ഒരു സാധ്യത എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ സതീശനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ ഈ അഭിമുഖത്തിൽ സതീശനെ വിമർശനപരമായി ഞാൻ കണക്കാക്കുന്നില്ല. ഞാൻ വിമർശനപരമായിട്ടല്ല സതീശനെ കാണും. സതീശൻ ഒരുപാട് കഴിവുള്ള ആളാണ്. ആ കഴിവുകളൊക്കെ വിനിയോഗിക്കാൻ സതീശൻ ആഭ്യന്തരമന്ത്രിയായിരിക്കട്ടെ, അതിലിருந்து കഴിവ് തെളിയിച്ചിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി. ഞാൻ പറയട്ടെ, ഇപ്പോൾ 5 വർഷം സതീശൻ ധനകാര്യമന്ത്രിയായിരിക്കുകയും കേരളത്തിൻ്റെ ധനകാര്യ മേഖല മെച്ചപ്പെട്ടതാക്കുകയും സ്വയം സമ്പൂർണ്ണമാക്കുകയും സ്വയം പര്യാപ്തമാക്കുകയും കടം കുറച്ചു കൊണ്ടുവരികയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള സതീശൻ ഏറ്റവും വലിയ ക്ലെയിമായിട്ട് അത് മാറും. അതേസമയം രമേശ് ചെന്നിത്തലയുടെ പ്രശ്നം എന്താണ്? രമേശ് ചെന്നിത്തലയ്ക്ക് ഇനിയൊരു അവസരമില്ല. രമേശ് ചെന്നിത്തലയ്ക്ക് 68 വയസ്സ് കഴിഞ്ഞു. 2 രമേശ് ചെന്നിത്തല 2021 വളരെ അൺസെറിമോണിയസ് ആയിട്ട് രമേശ് ചെന്നിത്തല ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയതാണ്. MLA-മാരുടെ പിന്തുണ കൂടുതലുണ്ടായിരുന്നതും അദ്ദേഹത്തെ മാറ്റിയതാണ്. ആ മാറ്റിയിട്ടും രമേശ് ചെന്നിത്തല ഒരു തരത്തിലുള്ള അഭിപ്രായത്തിൽ ഒരു മുരടനക്കം പോലും ഇല്ലാതെ കഴിഞ്ഞ 5 വർഷം ജനങ്ങളുടെ പ്രവർത്തിച്ചതാണ്. അതുകൊണ്ട് എല്ലാം കൊണ്ടും അയാൾക്ക് അർഹതയുണ്ട്. അയാൾ സതീശൻ പ്രവർത്തിച്ച പോലെ തന്നെ കഴിഞ്ഞ 5 വർഷക്കാലം അയാൾ പ്രവർത്തിച്ചു. സതീശൻ പ്രതിപക്ഷ നേതാവായിട്ടാണ് പ്രവർത്തിച്ചെങ്കിൽ അയാൾക്ക് ഒരു അധികാരം ഇല്ലാതെയാണ് അയാൾ പ്രവർത്തിച്ചത്. ഒരു ആരോപണം അയാൾക്കെതിരെ, ഇപ്പോൾ സതീശനെതിരെ പുനർജനി എന്നും പറഞ്ഞ എന്തെങ്കിലുമൊക്കെ വന്നു എന്ന് വിചാരിക്കും. അയാൾക്കെതിരെ ഒരു ആരോപണവും ഉണ്ടായിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല പരമയോഗ്യനും സർവ്വഥാ യോഗ്യനുമാണ്. അയാളെ ഞാൻ സർവ്വഥാ യോഗ്യൻ രമേശ് ചെന്നിത്തല ആയതുകൊണ്ട് ഞാൻ പിന്തുണയ്ക്കുന്നു. എനിക്കിനിയും അവസരങ്ങൾ വരും എന്നെനിക്ക് ഉറപ്പുണ്ട്. ആ അവസരങ്ങൾ വരുമ്പോൾ അന്ന് ഞാൻ അവകാശവാദം ഉന്നയിച്ചോളാം എന്ന് പറഞ്ഞ് സതീശൻ രംഗത്ത് വരികയാണ് ചെയ്യേണ്ടത്. ഇത്രയും പരമയോഗ്യനായിട്ടുള്ള ഇത്രയും അനുഭവ സമ്പത്തുള്ള ഒരു രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞൊരു നേതാവുള്ളത് കൊണ്ട് അധികാരത്തിൽ ഇരിക്കുന്നതാണ് പരിചയസമ്പന്നത എന്ന് ഏറ്റവും കൂടുതൽ ബോധ്യമായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടിയും, യഥാർത്ഥത്തിൽ കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അധികാര സ്ഥാനത്തിരുന്നിട്ടുള്ളത് കുഞ്ഞാലിക്കുട്ടിയായിരിക്കും. 80 മുതൽ എനിക്കൊന്ന് കുഞ്ഞാലിക്കുട്ടി അധികാരത്തിൽ ഇരിക്കുന്നുണ്ട്. അപ്പം കുഞ്ഞാലിക്കുട്ടിക്കാണ് യഥാർത്ഥത്തിൽ അധികാരത്തിൽ ഇരിക്കുന്നതിൻ്റെ യോഗ്യത എത്ര ഉണ്ടെന്ന് കുഞ്ഞാലിക്കുട്ടിക്കാണ് ബോധ്യമുണ്ട്. അതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗും ഞങ്ങൾക്ക് സതീശനുമായ അഭിപ്രായവ്യത്യാസങ്ങളൊന്നുമില്ല. സതീശന് ഒരുപാട് പോസിറ്റീവ് ആസ്പെക്ട്സ് ഉണ്ട്. പക്ഷേ ഭരണത്തിൽ ഇരുന്നുള്ള പരിചയസമ്പന്നതയും കാര്യങ്ങളുമൊക്കെ രമേശ് ചെന്നിത്തലയ്ക്കാണുള്ളത്. അങ്ങനെയുള്ള ഒരാൾ മാത്രമേ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളൂ. അയാളെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നത് ഞങ്ങൾ സതീശനെതിരായതുകൊണ്ടല്ല. സതീശൻ ക്യാൻ വെയിറ്റ്. സതീശൻ ഇനി ഓപ്പർച്യൂണിറ്റീസ് വരും. അതുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ CPM-നെതിരെ ശക്തമായി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല നേതൃത്വത്തിൽ സംവിധാനമാണ് വരേണ്ടതെന്ന് മുസ്ലിം ലീഗിൻ്റെ നേതാവായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടിയും പരസ്യമായി പറയണം എന്നുള്ളതാണ് ഒരു പൊതുപ്രവർത്തനങ്ങളിൽ എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഈ യാതൊരു പ്രവർത്തന പരിചയവുമില്ലാത്ത സതീശൻ വരുമ്പോൾ, മുമ്പ് തയ്യക്കടയിലൊക്കെ തയ്യൽ പഠിക്കാനായി പോകുമ്പോൾ ആദ്യം നമ്മൾ ബട്ടൺ ഹോൾ തുന്നാനുള്ള ഒരു അവസരമാണ് തരുന്നത്. അങ്ങനെ തുന്നി ആണ് അയാളൊരു തയ്യൽക്കാരനിലേക്ക് എത്തുന്നത്. ഇത് ആദ്യം പോയി 2 ദിവസം ബട്ടൺ തുന്നിയ ഉടൻ തന്നെ ഒരു ട്രൗസർ തയ്ച്ചു കഴിഞ്ഞാൽ കുട്ടയിലും കോണാത്തിലും കൊള്ളാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും. അതുപോലെ തന്നെയായിരിക്കും സതീശൻ്റെയും കാര്യം. ഇവിടെ പ്രവർത്തന പരിചയമുള്ള രമേശ് ചെന്നിത്തല ഉള്ളപ്പോൾ സതീശൻ മാറി നിന്നുകൊണ്ട് അദ്ദേഹം വേറെ ഏതെങ്കിലും ഒരു മന്ത്രിസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണ നൽകണമെന്നാണ് കേരളത്തിലെ ജനങ്ങളും അതുപോലെ അണികളിൽ വലിയൊരു വിഭാഗവും ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഉണ്ടായാൽ സതീശൻ്റെ ജനപിന്തുണയും രാഷ്ട്രീയ പിന്തുണയും വർദ്ധിക്കും എന്ന് മാത്രമല്ല, ഇനി വരുന്ന സർക്കാരിനെ കാത്തിരിക്കുന്ന വലിയൊരു പ്രതിസന്ധി, ഈ പറയുന്ന CPM-ൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനിടയുള്ള വലിയൊരു പ്രതിസന്ധി, അതിനൊരു പരിഹാരമുണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും 4-ാം തീയതി കഴിഞ്ഞതിന് ശേഷം തീരുമാനിക്കാം. ഇനി വരുന്ന സാഹചര്യം വളരെ കലുഷിതമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.